നടൻ മോഹൻലാൽ ഉൾപ്പെട്ട വിവാദം കൂടുതൽ രൂക്ഷമാവുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. താരസംഘടനയുമായി അകലം പാലിക്കാൻ മോഹൻലാൽ തീരുമാനിച്ചതിന്റെ പുറകിലെ പ്രധാന കാരണം യുവനടന്റെ ഓഡിയോ സംഭാഷണം കൂടിയാണ്. തീർത്തും മോശക്കാരനാകും വിധം ലാലിനെ കുറ്റപ്പെടുത്തി യുവനടൻ സംസാരിക്കുന്ന ഓഡിയോയാണ് അമ്മയിലെ ഭാരവാഹിത്വം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് ലാലിനെ എത്തിച്ചതെന്നാണ് വസ്തുത. ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇതിനിടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ ചെന്നു നിന്നത് സംവിധായകനായ പ്രമുഖ നടനിലേക്കാണ്. എന്നാൽ താരകുടുംബത്തിൽ നിന്നുള്ള സംവിധായകനായ നടനല്ല മോഹൻലാലിനെ വേദനിപ്പിക്കുന്ന പരാമർശം നടത്തിയതെന്നും താനും മകനും അഭിനയിക്കാത്ത സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു ലാലിനെ വേദനിപ്പിച്ചത് എന്നുമാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ചീത്ത വിളിച്ച നടന്റെ ജീവനക്കാരിൽ നിന്നുമാണ് ഈ സംഭാഷണം സിനിമാ സംഘടനകൾക്ക് കിട്ടിയത്. അതേസമയം മോഹൻലാലിനെയും മകനെയും തെറ്റായ രീതിയിൽ പറഞ്ഞ നടനും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല, പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആ നടന്റെ കണ്ണിനെ ആരും പിന്തുണയ്ക്കുന്നില്ല എന്നുമാണ് സത്യം. സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും പ്രണവ് ഒരു കാര്യത്തിലും ഇടപെടാറില്ല എന്ന് മാത്രമല്ല, ആരുമായും ഒരു മത്സരത്തിനും പോകാറില്ല. സൂപ്പർ ഹിറ്റുകളിലെ നായകനാണെങ്കിലും അതിന്റെ ബഹളങ്ങളിലേക്ക് പോലും പ്രണവ് പോകാതെ മാറി നടക്കാറാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ മകനെതിരായ നടന്റെ വിമർശനം ലാലിനെ ഏറെ വേദനിപ്പിച്ചിട്ടുമുണ്ട്. നേരത്തെ നടിയെ ആക്രമിച്ച കേസും വിവാദങ്ങളും ലാലിനെ അസ്വസ്ഥമാക്കിയെങ്കിലും സ്ഥാനമൊഴിയാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെ മമ്മൂട്ടി എതിർക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ മമ്മൂട്ടി എന്നല്ല ആര് പറഞ്ഞാലും അമ്മയുടെ ഭാരവാഹിയാകില്ലെന്ന് മോഹൻലാൽ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അമ്മയിൽ മോഹൻലാലിന്റെ നിലപാടാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗത്തെ കൊണ്ടുവരാനും ആലോചനയുണ്ട്. 3 മാസത്തിനകം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംഘടനയിൽ പ്രാരംഭ ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞിട്ടുമുണ്ട്. ഞായറാഴ്ച നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റായി മോഹൻലാൽ തുടരണം എന്നായിരുന്നു അംഗങ്ങളുടെ പൊതുവികാരം. എന്നാൽ അത് തള്ളിക്കളഞ്ഞാണ് മോഹൻലാൽ നിലപാട് വ്യക്തമാക്കിയത്. ഭരണസമിതിയിലെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരുടെ രാജിയിലേക്ക് നയിച്ച സാഹചര്യം പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മോഹൻലാലിന്റെ നയപ്രഖ്യാപനം നടന്നത്. മാത്രമല്ല, പുതിയ തലമുറയിലെ അംഗങ്ങൾ നേതൃത്വത്തിലേക്ക് കടന്നു വരണമെന്നും അവർ അധ്യക്ഷ പദവിയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഉണ്ണി മുകുന്ദൻ രാജിവെച്ച ട്രഷററി സ്ഥാനത്തേക്ക് അഡ്ഹോക് കമ്മിറ്റിയിലെ ഒരംഗം വരുമെന്നാണ് സൂചന. എന്നാൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് രാജിവെച്ച ഒഴിവിലേക്ക് ഒരു വനിതയെ പരിഗണിക്കണമെന്ന ആവശ്യത്തിന് പൊതുയോഗത്തിലും മികച്ച പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതേസമയം മോഹൻലാൽ മാറിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥാനങ്ങളിലേക്കും മത്സരം നടക്കുമെന്നതും ഉറപ്പാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും മാന്യമായ നിലപാടാണ് മോഹൻലാലിൻ്റെത്. സ്വരം നന്നായി ഇരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുന്നത് പോലെ തന്നെ വേണ്ടത്തവരുടെ തലവനാകില്ല എന്ന ധീരമായ തീരുമാനം തന്നെയാണ് അദ്ദേഹം എടുത്തത്. ആരെയും കുറ്റപ്പെടുത്താതെ, ആരുമായും വഴക്കിന് പോവാതെ സ്വന്തം തീരുമാനം മാന്യമായ രീതിയിൽ തുറഞ്ഞു പറഞ്ഞ അദ്ദേഹം യുവ നടന്മാർക്കെല്ലാം അഭിമാനമാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അമ്മയെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ മോഹൻലാൽ തന്നെയാണ്.